ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഇപ്പോൾ ഞങ്ങൾ ഡേ 7 ആണ്. രാവിലെ 5 മണിക്ക് എണീറ്റ് ഇപ്പോൾ 5:30 ആയി കേട്ടോ. ഞങ്ങളിതിപ്പം നടന്നു തുടങ്ങി. ഇനി നമുക്ക് നേരം ഇവിടുത്തെ വെയിലാവുന്നതിന് മുമ്പ് താഴെ എത്താം എന്നുള്ളൊരിതാണ്. 10 കിലോമീറ്ററോളം ഉണ്ട് നടക്കാനായിട്ട്. അപ്പം ഓക്കെ, നമുക്ക് പോവാം. അങ്ങനെ ഗായ്സ്, ദേ നമ്മൾ ഗോവിന്ദഘട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ. ഗംഗാരിയിൽ നമ്മൾ വാലി ഓഫ് ഫ്ലവേഴ്സും ഹേമകുണ്ട് സാഹിബൊക്കെ കണ്ട് നമ്മൾ 3-ാം ദിവസം തിരിച്ചിറങ്ങുകയാണ്. തിരിച്ച് നമ്മൾ ആ ചലഞ്ച് സ്വീകരിച്ച് ട്രക്കിംഗ് എടുത്തിരിക്കുകയാണ്. ഇങ്ങോട്ട് ഇത് മൊത്തം നടന്ന് കയറിയവരുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് കയറ്റം, അങ്ങോട്ട് ഇച്ചിരി കൂടുതൽ ഇറക്കമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നടന്നു തുടങ്ങുന്നത്. രാവിലെ 5:30 ആയപ്പോൾ തുടങ്ങി. ഞങ്ങളുടെ ലക്ഷ്യം വെയിലെത്തുന്നതിന് മുമ്പ് മാക്സിമം ദൂരം കവർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ടോട്ടൽ 14 കിലോമീറ്ററാണ് കേട്ടോ ഗോവിന്ദഘട്ടിലോട്ടുള്ളത്. അതിൽ 4 കിലോമീറ്റർ ഈ സുമ പോലത്തെ വണ്ടിയില്ല, അങ്ങനത്തെ വണ്ടി വരും, ആ സർവീസ് ഉണ്ട് കേട്ടോ. അപ്പം അല്ലാത്ത ബാക്കി 10 കിലോമീറ്റർ നമ്മൾ നടക്കേണ്ടതല്ല. ഇതുപോലെയുള്ള മ്യൂൾ സർവീസ് ഉണ്ട്. അതിന് 3000 ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഉള്ളത് പല്ലക്കാണ്. പല്ലക്കെന്ന് പറഞ്ഞാൽ 4 പേര് എടുത്തുകൊണ്ട് പോകുന്നത്. അതിന് 15,000 15,000 രൂപയായിരുന്നു ഉള്ളത്. അപ്പോൾ കുറേ പേര് അതൊക്കെ ചൂസ് ചെയ്തു, പല്ലക്കും മ്യൂളും ഒക്കെ ആയിട്ട്. ഞങ്ങൾ കുറച്ച് പേര് നടന്നേക്കാന്ന് പറഞ്ഞ് നടക്കുകയാണ് കേട്ടോ. വെളുപ്പിനെ ആയതുകൊണ്ട് നല്ല സുഖമായിരുന്നു. ക്ലൈമറ്റൊക്കെ അടിപൊളി ആയതുകൊണ്ട് നമ്മൾ മാക്സിമം ദൂരം കവർ ചെയ്യാൻ സ്പീഡിൽ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2.5 കിലോമീറ്റർ കഴിഞ്ഞു കേട്ടോ. ഗൈസ്, ആൻറ്റി വരുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞുള്ള ആൻറ്റി ഇപ്പൊ വരുമെന്ന്. എങ്ങനുണ്ട്? ആൻറ്റിയൊക്കെ പല്ലക്കായിരുന്നു കേട്ടോ ചൂസ് ചെയ്തത്. അങ്ങനെ കുറേ പേര് പല്ലൊക്കെ എടുത്തവരുണ്ട്. ലതേൻ്റെ തേനീച്ചക്കൂട് ഉണ്ടോ നിങ്ങള്? ഫുൾ തേനീച്ചക്കൂടുകളോ. അങ്ങനെ ഇതേ നേരെയൊക്കെ വെളുത്ത് തുടങ്ങി. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഞങ്ങൾ ഇതെല്ലാം ഇങ്ങനെ കണ്ട് നീലിയിൽ ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്ന കാണാം ഗോൾഡൻ കളറിൽ. ഇങ്ങനെ ഇരിക്കാനിടയ്ക്ക് സൈഡിൽ സ്ഥലമുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ മാക്സിമം ഇരിക്കാതിരിക്കുന്ന നല്ല, ഇരുന്ന കാലം മസിൽ കയറും. വേണം ജസ്റ്റ് ഒന്ന് ഇരിക്കുക, പെട്ടെന്ന് ഇരിക്കുക, മുട്ട് മടക്കാതിരിക്കണം, മുട്ട് നീട്ടി വെച്ചിരിക്കുക. അതൊക്കെ ടിപ്സാണ് കേട്ടോ, ഞങ്ങളിപ്പോൾ പഠിച്ചതാണ് ഈ ട്രക്കിങ്ങിലൂടെ. അങ്ങനെ മാക്സിമം നമ്മൾ കവർ ചെയ്യാനായിട്ട് നോക്കുക. ഞങ്ങളിപ്പോൾ ഒരു 3 കിലോമീറ്റർ നടന്നില്ലേ? 3.5 കിലോമീറ്റർ നടന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ നിന്ന് കൂടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൂടെ കഴിക്കാമെന്ന് ഓർത്തിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പൊതിഞ്ഞ് എടുത്തിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ നമുക്കിപ്പോൾ അത് ആ പൊതി എടുത്ത് കഴിക്കാം. ഓക്കെ, ഇത്രയും ദൂരം നടന്നപ്പോഴാണ് കേട്ടോ ഒരു ചായക്കട കണ്ടത്. നമ്മളായിരുന്നു അവിടുത്തെ ഫസ്റ്റ് കസ്റ്റമേഴ്സ് അന്നത്തെ. അപ്പോൾ ഈ നമ്മൾ ഉപ്പുമാവും കൂടെ മിക്സറുണ്ടായിരുന്നു, അത് രണ്ടും കൂടെ കഴിച്ചത്. അങ്ങനെ ഇതൊക്കെ ആൾക്കാരൊക്കെ നടക്കുന്നതൊക്കെ കണ്ട് നമ്മളിരുന്ന് കഴിച്ച് അവിടുത്തെ നല്ല സ്പെഷ്യൽ ചായയൊക്കെ കുടിച്ചാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വേറെ ഫുഡൊന്നും കിട്ടത്തില്ല കേട്ടോ. ട്രക്കിംഗ് ഏരിയ ആയതുകൊണ്ട് ഇവിടെ വേറെ ഫുഡൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ടൂർ പാക്കേജ് സദ്ഗമയെ തന്നെ നമുക്ക് പാക്ക് ചെയ്ത് തന്നു വിട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ബാക്കിയുള്ളവരാണ് കേട്ടോ പോകുന്നത് കണ്ടേ, മ്യൂളിൻ്റെ പുറത്ത്. അങ്ങനെ നമ്മുടെ നടത്തം തുടരുകയാണ്. ഇപ്പം നമ്മൾ പാസ് ചെയ്യുന്നത് ഒരു മെയിൻ ഉരുളുപൊട്ടൽ സ്പോട്ടാണ്. ഞങ്ങളോട് വന്നപ്പോഴേ പറഞ്ഞായിരുന്നു ഇങ്ങനൊരു ഏരിയ ഉണ്ട്, അവിടെ സൂക്ഷിക്കണം, ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ കണ്ടിട്ട് സ്ഥിരമായിട്ട് പോകുന്നൊരു ഉരുൾ പൊട്ടുന്ന ഏരിയ പോലെ ഉണ്ട് കണ്ടിട്ട്. ഈ വഴി കൂടെയൊക്കെ എങ്ങനെ മ്യൂള് പോയെന്ന് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. അതിലെ ആളെയും വെച്ച് എങ്ങനെയാണ് മ്യൂള് പോകുന്നതെന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. ഈ വഴിയൊക്കെ നിങ്ങൾ കണ്ടു ഗൈസ്. അങ്ങനെ നമ്മൾ ഇവിടെ കണ്ടോ ഒരു മ്യൂളിനെ ആ ചേട്ടൻ തല്ലുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അവർ ചില സമയത്ത് ഇതിങ്ങനെ അനുസരണക്കേട് കാണിക്കുമ്പോൾ അതിനെ ഒന്ന് മയക്കിയെടുക്കുന്നത്. രാവിലെ എണീറ്റ് വരുന്നൊരിതല്ലേ, അപ്പോൾ അതിനെ ഒന്ന് ഉണർത്താനായിട്ട് ചില സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം ഞാനതിവിടെ ഇങ്ങനെ കണ്ടപ്പോഴാണ് ഓരോന്നൊക്കെ പഠിച്ചത്. അങ്ങനെ നമ്മൾ ഒരു പാലം കയറി. അപ്പം നമ്മുടെ വിനോദ്ജിയൊക്കെ വരുന്നുണ്ട്. വിനോദിനെ കണ്ടു. അങ്ങനെ നമ്മൾ പകുതി ദൂരം കവർ ചെയ്തിരിക്കുകയാണ് സക്സസ്ഫുള്ളി. നടന്ന് ഇവിടെ വന്നപ്പോൾ ഒരു കട കണ്ടു. അവിടെ നിന്ന് നാരങ്ങ വെള്ളം കുടിച്ചു. അവർ ചാറ്റ് മസാല ഒക്കെ ഇട്ടാ തരുന്നത്. അപ്പോൾ നമ്മൾ ഉപ്പുമധുരം മാത്രമേ ഇടാവുള്ളൂ എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് നമ്മുടെ രീതിയിൽ ഉണ്ടാക്കിച്ച് കുടിച്ചു കേട്ടോ.
നടക്കുന്നുണ്ട്. ഇപ്പൊ 10 കിലോമീറ്റർ കഴിഞ്ഞെന്നാ തോന്നുന്നത്. ഇനി ഒരു 30 മിനിറ്റ് കൂടെ ഒക്കെ ഉള്ളെന്നാ തോന്നുന്നത്. വലിയ കയറ്റമായിരുന്നു. അയ്യോ ഒരു പരുവായി കേട്ടോ. അവരൊക്കെ നടന്നു വരുന്നുണ്ട് പുറകെ. ഇച്ചിരൂടെ നടന്ന് നമ്മൾ ഈ യുദ്ധം ജയിക്കും. നമുക്ക് ഇത്രയും നേരം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇത് ഇപ്പം വെയിൽ വന്ന് തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ബുദ്ധിമുട്ട് വന്നു തുടങ്ങി. പിന്നെ കുറച്ച് കയറ്റം കൂടുതലാണ് ഇങ്ങനെയുള്ള ഏരിയയിൽ. അപ്പോൾ കുറച്ച് നമ്മൾ ബുദ്ധിമുട്ടി പയ്യാണ് അണച്ചൊക്കെയാണ് കേട്ട് കയറുന്നത്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് വെയിലാവുന്നതിന് മുമ്പ് മാക്സിമം ദൂരം അങ്ങ് സ്പീഡിൽ പോകണം. അപ്പം എത്രയും നേരത്തെ ഇറങ്ങാൻ പറ്റുന്നോ അത്രയും നേരത്തെ ഇറങ്ങുക എന്നാണ് ഇവർ പറയുന്നത്. നാരങ്ങ മുട്ടായി കിട്ടി, ഒരു മഞ്ച് കിട്ടി. ഇത് കണ്ടോ ഗൈസ്, ഇപ്പം ഒരാൾ മൈസൂർ പാക്ക് തന്നു, മുമ്പേ കുറേ കപ്പലണ്ടി ബദാമും തന്നു, മഞ്ച് മുട്ടായി തന്നു. ഫുൾ ഫുഡാണ് ഗൈസ്. ഈ വഴിയെ പോകുന്ന മജോറിറ്റി ആൾക്കാരും ഹേംകുണ്ട് സാഹിബിലോട്ട് പോകുന്ന ആൾക്കാരാണ്. അവർ നമ്മൾ ഈ ചില അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ വ്രതം എടുത്ത് പോകുന്നതിൽ തന്നെ അവരുടേതായിട്ടുള്ള രീതിയിലാണ് അവർ വരുന്നത്. അപ്പം അങ്ങനെ ഈ കയ്യിൽ കുറേ സാധനങ്ങളൊക്കെ കരുതും. എന്നിട്ട് ഈ വരുന്നവർക്കെല്ലാം അവരിങ്ങനെ കൊടുക്കും. എനിക്ക് അതിൻ്റെ പുറത്തെ കോൺസെപ്റ്റ് അറിയത്തില്ല. അവരിങ്ങനെ കൂടുതൽ ആൾക്കാർക്ക് സേവനം ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഓരോ സാധനങ്ങളൊക്കെ നമുക്കിങ്ങനെ കൊണ്ട് തരുന്നുണ്ടായിരുന്നു. നമ്മൾ കഷ്ടപ്പെട്ട് നടക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഇതായിരുന്നു. നമ്മളതൊക്കെ കഴിച്ച് ആസ്വദിച്ചാണ് കേട്ടോ നടന്നത്. അങ്ങനെ നമ്മൾ കുതിരയുടെ സ്റ്റേഷനിലെത്തി. നമ്മൾ എത്താറായി എന്നാണ് അതിൻ്റെ അർത്ഥം. കുതിര ഇവിടെ വരെ ഉള്ളൂ, ബാക്കി ദൂരം നടക്കണം. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ നമ്മൾ മുമ്പോട്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാറൊക്കെ കണ്ടു. അപ്പോൾ ഒരു സന്തോഷമുണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന്. ഇത്രയും നേരം നടന്ന് നമ്മൾ എത്തിയല്ലോ എന്നുള്ളൊരു സന്തോഷം. അയ്യോ ഒരു കാറ് കണ്ടപ്പോൾ എന്തൊരു സന്തോഷം എൻ്റെ അമ്മേ. അങ്ങനെ നമ്മളവിടെ എത്തി. അവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഓരോ വണ്ടി വരുമ്പോൾ നമ്മളെ ഇത്ര പേര് വെച്ച് കയറ്റി ഇവിടെ വരുന്നത് കേട്ടോ. നടന്ന് ഇറക്കേണ്ട പെട്ടെന്ന് ഇറങ്ങാൻ പറ്റി. ഇപ്പൊ ഞങ്ങൾ അവിടുന്ന് അമ്മ ആലു പൊറോട്ട കഴിച്ചു. അപ്പതേ മറ്റേ വണ്ടിയില് ഒരു 4 കിലോമീറ്റർ അവര് കൊണ്ടുപോകും. ടോട്ടൽ 14 കിലോമീറ്റർ ആണ് ഗോവിന്ദട്ട് ഗംഗാരിയുള്ള. അപ്പൊ അതില് 10 കിലോമീറ്റർ നമ്മൾ നടക്കണം, 4 കിലോമീറ്റർ ഈ വണ്ടിയെ പോകും, സുമുഖിൽ പോവാം. അപ്പൊ അങ്ങനെ ഇനിയിപ്പൊ നമ്മള് ബസ് കിടക്കുന്നിടത്തോട്ട് കൊണ്ടുപോവാണ് കേട്ടോ. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കണ്ട ഹെലിപ്പാഡൊക്കെ ഇവിടെ നിന്ന് കാണാൻ കേട്ടോ. അപ്പം നമ്മൾ അവിടെ എത്താറായി. നമ്മൾ പോയിടത്ത് വരെ തിരിച്ചെത്തി. നമ്മൾ വന്നപ്പോൾ നമ്മുടെ കൂടെയുള്ള ബാക്കിയുള്ളവർ ഇവളുടെ പുറത്തും പല്ലക്കിലൊക്കെ വന്നിട്ട് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ സക്സസ്ഫുള്ളി എത്തിയിരിക്കുകയാണ്. ഈ തടസ്സങ്ങളൊക്കെ മറികടന്നിട്ട് ഞാൻ പോകുന്നതുണ്ട് ഇതുപോലെ ചെയ്യുന്നത് എന്താ പറയുന്നതായിട്ട് ഫീലിംഗ്. അങ്ങനത്തെ നമ്മളിപ്പോൾ രുദ്രപ്രയാഗ് എത്തി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഗോവിന്ദ തുളസി 2 ഹോട്ടലിലായിട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ ഇന്ന് ഫുൾ ട്രാവലായിരുന്നു. രാവിലെ ഫുൾ ട്രെക്കിങ്, അത് കഴിഞ്ഞ് ബസ്സിലായിരുന്നു കേട്ടോ. രുദ്രപ്രയാഗ് എത്താനായിട്ട് ബസ്സിലായിരുന്നു ഫുള്ള്. അപ്പോൾ ഇനി ഫുൾ റെസ്റ്റ് എടുത്ത് നാളെ നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ശിവ ടെമ്പിൾ അവിടെയാണ് പോകുന്നത്, തുംഗനാഥക്. അവിടെയും ട്രെക്കിംഗ് ആണ്. അപ്പോൾ ഇനി നാളെ കാണാം. ഗൈസ് ദേ നമ്മൾ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. അങ്ങനെ കുറേ നാൾ കൂടി നമ്മുടെ പെട്ടിയൊക്കെ തിരിച്ചു കിട്ടും. നമ്മൾ അങ്ങോട്ട് മേളിലോട്ട് കയറിയ സമയത്ത് മിനിമൽ പാക്കിങ്ങിൽ ഒറ്റ ബാക്ക് പാക്കിൽ 3 തരം ഡ്രസ്സ് 3 ദിവസത്തേക്ക് എടുത്തിട്ടാണ് പോയത്. ഒറ്റ പാൻറ്റും ഒരു 2 ടോപ്പും. അങ്ങനെ അത് ഇട്ട് തന്നെ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. എല്ലാം കോട്ടിനടിയില്ലല്ലോ, ഒന്നും കാണുന്നില്ലല്ലോ. അപ്പം അങ്ങനെ കിട്ടി ഭയങ്കര മിനിമൽ പാക്കിങ്ങിലാണ് പോയത്. കാരണം നമ്മൾ നടന്ന് ട്രെക്കിംഗ് അല്ലേ ചെയ്യുന്നത്, അപ്പോൾ എല്ലാം കൂടെ ചുമക്കത്തില്ലാത്തതുകൊണ്ട്. അപ്പം ഇവിടെ വന്നപ്പം തിരിച്ചങ്ങോട്ട് 5-6 പെട്ടി എല്ലാം കൂടെ കിട്ടി. അതിൻ്റെ സന്തോഷത്തിലാണ്. പെട്ടിക്ക് എല്ലാം തുറക്കണം, ഇത്ര തുണിയൊക്കെ ഉണ്ടെന്ന് സന്തോഷിക്കാനായിട്ട്. അപ്പോൾ റൂം കാണിച്ചാൽ റൂം ഇപ്പോൾ കയറിയുള്ളൂ കേട്ടോ.
കണ്ടോ ഗൈസ്, ഇതെല്ലാം കൂടെ ഞങ്ങൾ പോയപ്പോൾ ആ കട്ടിലിരിക്കുന്ന സാധനം മാത്രം കണ്ടാ പോയത്. ഇപ്പോൾ വന്നപ്പോൾ ഇത് മൊത്തം പെട്ടുകളാണ്. ഒരു ബാൽക്കണിയൊക്കെ ഉള്ള റൂമാണ് കേട്ടോ. 3 ബെഡ്റൂം, കുഞ്ഞ് ബാൽക്കണിയൊക്കെ കൊള്ളാം. അപ്പോൾ ഇനിയിപ്പോൾ കഴിക്കാൻ പോകുമ്പോഴത്തേനും കാണാം കേട്ടോ. ഓക്കെ, ബസ് നടന്ന് 10-500 മീറ്റർ നടന്നിട്ട് വേണം താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങാനെത്താം. അങ്ങനെ ദേ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നാളത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ദിവാകർജി പറഞ്ഞു തരായിരുന്നു. അപ്പം ഞാൻ ഉത്തരാഖണ്ഡിൻ്റെ ഒരു ടൂറിസ്റ്റ് ഗൈഡ് മാപ്പ് കണ്ടത്. അപ്പം ഇങ്ങനെ നമുക്ക് സ്ഥലമൊക്കെ നോക്കാം. അപ്പം നമ്മളിപ്പോൾ ഇവിടെ രുദ്രപ്രയാഗിലാണ്. ഇവിടെ ഹരിദ്വാറിൽ നിന്നാണ് എത്തിയത്. പിന്നെ വാലി ഫ്ലവേഴ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം പോയത്, ഹേംകുണ്ട് സാഹിബ് ഒക്കെ ഇവിടെ ആയിട്ട് വരും. പിന്നെ ഗോവിന്ദ്ഘട്ട് ഇവിടെയാണ്. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നടന്നത്. പിന്നെ ഈ ഇറക്കം ഇറങ്ങി. ഇവിടെ നമ്മളിപ്പോൾ വണ്ടിക്കാണ് ഇവിടെ വരെ വന്നത്. ഓക്കെ, ഇനി നാളെ നമ്മൾ പോകുന്നത് തുംഗനാഥ് എന്ന് പറയും. അപ്പോൾ അത് ഇവിടെയാണ് നാളെ പോകുന്നത്, തുംഗനാഥ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇനി നാളെ തുംഗനാഥ് പോകുന്ന വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. എന്നോട് കുറച്ച് പേരൊക്കെ ചോദിച്ചു എന്ത് ഉത്തരാഖണ്ഡ് ബ്ലോഗിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ എന്ന്. ഞാൻ കുറച്ചൊക്കെ തിരക്കായതുകൊണ്ടാണ് വീഡിയോസിനൊക്കെ ഡിലേ വരുന്നത്. അപ്പോൾ ഞാൻ ഉടനെ ബാക്കിയൊക്കെ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.